കാട്ടാനശല്യത്തിൽ ആശങ്കയൊഴിയാതെ പാലക്കാട് ചുള്ളിമടയിലെ ജനങ്ങൾ. ജനവാസ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാവുകയാണ്. കാട്ടാനയെ ഭയന്ന് ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഫോറസ്റ്റുകാരന് വിളിച്ച് പറയും ആന വരുമ്പോൾ അവർ പടക്കം കൊണ്ടുവരും, പൊട്ടിക്കും, ആന മുടുക്കി വിടും. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി ഈ ട്രെയിൻ പ്ലാന്റ് അപ്പുറത്തുണ്ടായിരുന്നു. കൃഷി, വാഴ, തെങ്ങ്, നെല്ല്. ഇവിടെ കൃഷി കഴിഞ്ഞ പ്രാവശ്യം നെല്ലിട്ടുണ്ടായിരുന്നു, മുഴുവനും ചവിട്ടി വളപ്പി തിന്നിട്ട് പോയി. അതൊന്നും രൂപമില്ല. ഇപ്പോൾ നമുക്ക് ഒരാടോ മാടോ മേയ്ക്കാൻ പോകാൻ പറ്റില്ല. കഴിഞ്ഞ കുറെ ആഴ്ചകളായി മേഖലയിൽ കാട്ടാന സാന്നിധ്യം പതിവാണ്. കാട്ടാനക്കൊപ്പം കാട്ടുപന്നികൾ കൂടിയായതോടെ ഭയം ഇരട്ടിയായി. ജോലിക്കോ ആടുമാടുകളെ മേയ്ക്കാനോ പോകാൻ കഴിയാത്ത സാഹചര്യം. പരാതിപ്പെടുമ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തും ആനയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റും. എന്നാൽ അടുത്ത ദിവസം കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലെത്തും. റെയിൽവേ ട്രാക്ക് കടന്നാണ് ആന മേഖലയിലെത്തുന്നത്. ചുള്ളിമട പ്രദേശവാസികൾക്ക് തൊഴിലുൾപ്പെടെയുള്ള നിത്യാവശ്യങ്ങൾക്ക് ഏറെ ആശ്രയിക്കുന്ന വഴിയാണിത്. ഇതോടെ വീട് വിട്ട് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി. ഇവിടെ എന്താ പ്രശ്നം? രാവും പകലും ആന ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ സ്കൂളിൻ്റെ അവിടെ തോപ്പിൽ എപ്പോഴും ഇരുപ്പാനാണ്. പിന്നെ ഞങ്ങൾ നോക്കിയാൽ ഫോറസ്റ്റുകാരനെ വിളിക്കുക, അവർ വന്ന് മുടുക്കുക, പോവുക, പിന്നീടും വരിക. ഇതന്നെ. ഈ കാട്ടിൽ നിന്നാണ് ഇതേ റെയിൽപാളം കടന്ന് കാട്ടാന ചുള്ളിമട ജനവാസ മേഖലയിലെത്തുന്നത്. ഇവിടെ നിന്ന് 100 മീറ്റർ മാറിയാൽ LP സ്കൂളാണ്. കുട്ടികൾക്കും ഇവിടെയുള്ള നാട്ടുകാർക്കും അവരുടെ ജീവന് തന്നെ ആപത്താകുന്ന, ഭീഷണിയാകുന്ന ഈ കാട്ടാന സ്ഥിരമായി ഇപ്പോൾ ഈ മേഖലയിൽ തുടരുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ രാജീവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.